ജബൽ അലി എന്ന പ്രദേശം തന്നെ മരുഭൂമിയുടെ എല്ലാ അവസ്ഥകളും നമുക്ക് കാണിച്ചു തരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമാണ് സെൻറ്റ് ഫ്രാൻസിസ് ദേവാലയം. അവിടുത്തെ മലയാളം കമ്മ്യൂണിറ്റിയുടെ സ്പിരിച്വൽ ഡയറക്ടറായ ഫാദർ ബിജു പണിക്കപ്പറമ്പിൽ. അദ്ദേഹം ഇന്ന് നമ്മളോട് അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര പങ്കുവയ്ക്കുന്നു. ഏവർക്കും പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അച്ഛാ, ഒരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈ UAE മരുഭൂമി അനുഭവം ഏറ്റവും കൂടുതൽ വ്യക്തമായിട്ട് പ്രകടമാകുന്ന ഒരു ദേവാലയമാണ് ഫ്രാൻസിസ് അസ്സിസിയുടെ നാമധേയത്തിൽ തന്നെയുള്ള ജബൽ അലിയിലെ ദേവാലയം. മുന്നോട്ട് നോക്കിയാൽ ശരിക്കും നമുക്ക് ആ മരുഭൂമി അനുഭവം അറിയാം. ഈ മരുഭൂമിയുടെ അനുഭവത്തിൽ പ്രത്യേകിച്ചും വളരെ വേദനിക്കുന്ന, വളരെ നിസ്സാര ജോലി ചെയ്യുന്ന ഒത്തിരിയേറെ ജോലിക്കാരുടെ ഇടയിൽ അച്ഛൻ്റെ ശുശ്രൂഷ മേഖല അവിടെയാണ്. അപ്പോൾ ഈ അനുഭവത്തിൽ പിടിച്ചു നിന്നുകൊണ്ട് ഏറ്റവും നന്നായിട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം പകർന്നു കൊടുക്കണമെങ്കിൽ ദൈവികമായ ഒരു വലിയ ഒരു വളർത്തലിൻ്റെ കാലഘട്ടം ഉണ്ടെന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ വിശ്വസിക്കുന്നു. അച്ഛൻ്റെ ആ ജീവിതത്തിൻ്റെ തുടക്കത്തെയും മാതാപിതാക്കന്മാരെയെല്ലാം പ്രേക്ഷകർക്ക് വേണ്ടി ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടുത്തണം. തീർച്ചയായിട്ടും ഒത്തിരി സന്തോഷത്തോടെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ഏറ്റവും അധികമായിട്ട് ഞാൻ എൻ്റെ ദൈവവിളിയോട് കടപ്പെട്ടിരിക്കുന്നത് ദൈവത്തോട് തന്നെയാണ്. കാരണം ദൈവമാണ് വിളിച്ചത്, അവൻ്റെ വിളിക്ക് ഞാൻ പ്രത്യുത്തരം നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടാമതായിട്ട് അതിന് ഏറ്റവും അധികം പ്രോത്സാഹനം നൽകിയിട്ടുള്ളതും ആ വഴിയിലെ പ്രാരംഭദശയിൽ അതിനൊരു പ്രചോദനമായി തീർന്നതും എൻ്റെ മാതാപിതാക്കന്മാരാണ്. ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികളുണ്ടായിരുന്നു, ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രതിസന്ധികളൊക്കെ ഉണ്ടായപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടാതെ, പ്രാർത്ഥനാ ചൈതന്യം കൈവിടാതെ ഇന്നും അന്നും അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന രണ്ട് വ്യക്തികൾ കുടുംബത്തിലുണ്ട്. ഞങ്ങൾ കിടന്നുറങ്ങിയാൽ പോലും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരാണ് അവരുടെ കാലിൻ്റെ മുട്ടിലെ താഴ്മ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പകുതി പോലും നമ്മുടെ തരമ്പുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. കാരണം അത്രയും ശക്തമായി പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ് ബാഹ്യമായി നോക്കിക്കഴിഞ്ഞാൽ അവർ പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നില്ലെങ്കിൽ പോലും വ്യക്തിപരമായിട്ട് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനാ ചൈതന്യത്തിൽ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്ത വ്യക്തികളാണ് അവർ. ദുഃഖങ്ങളും വേദനകളും രോഗങ്ങളുണ്ടായ അവസരത്തിലും. പിന്നെ രണ്ടാമതായിട്ട് എൻ്റെ കുടുംബത്തിൽ തന്നെയായിരുന്നു, ഞങ്ങൾ ചെറുപ്പത്തിലായിരുന്നപ്പോഴും ദിവസവും ആരെങ്കിലും പള്ളിയിൽ പോകണം എന്നുള്ളത് എൻ്റെ അപ്പച്ചൻ നിർബന്ധമായിരുന്നു, ആരെങ്കിലും ഒരാൾ. അപ്പം ഞങ്ങൾ മിക്കവാറും ഞാൻ വീട്ടിലെ ഏറ്റവും ഇളയ ആളാണ്. അപ്പോൾ അതുകൊണ്ട് ചേട്ടന്മാർക്ക് പഠിക്കാനുണ്ടൊക്കെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മുതിർന്നവർക്ക് പഠിക്കാനുണ്ടെന്ന് പറയുമ്പോൾ മിക്കവാറും പള്ളിയിൽ പോകാനുള്ളൊരു സാധ്യതകൾ അവസാനം എൻ്റെ തലയിൽ തന്നെ വരുമായിരുന്നു. അതായിരിക്കും ഒരുപക്ഷെ എനിക്ക് കൂടുതലായിട്ട് ദൈവവിളിക്ക് അല്ലെങ്കിൽ കർത്താവിനെ ചേർന്ന് നിൽക്കാനുള്ളൊരു മാർഗമായിട്ട് പിന്നീട് മാറിയിട്ടുള്ളത്. ഒപ്പം ആധ്യാത്മിക മേഖലകളിൽ KCSL, ആൾട്ടർ സർവീസ് അല്ലെങ്കിൽ ആൾട്ടാർ ശുശ്രൂഷകനൊക്കെ ആയിട്ട് പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പള്ളിയുടെ മറ്റുള്ള പ്രവർത്തനങ്ങളിൽ CLC ആയിട്ടും എല്ലാം ബന്ധപ്പെട്ട് ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് അത് ഒത്തിരി ഗുണപ്രദമായിരുന്നു. തീർച്ചയായിട്ടും അച്ഛൻ്റെ അപ്പനും അമ്മയും ഇപ്പോൾ എത്ര വയസ്സുണ്ട്? അവർ ദേവാലയത്തിൽ ഇപ്പോൾ പോകാൻ പറ്റുന്ന അവസ്ഥയിലാണോ? സഹോദരങ്ങൾ എങ്ങനെ? എൻ്റെ അപ്പച്ചനെയും അമ്മച്ചയെയും പറ്റി പറയാം. അപ്പച്ചനാണെങ്കിൽ 86 വയസ്സുണ്ട്, അമ്മച്ചിക്കാണെങ്കിൽ 80 വയസ്സോളം ഉണ്ട്. ഇപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോയി കഴിഞ്ഞ 2 വർഷം മുമ്പ് വരെയും എല്ലാ ദിവസവും രാവിലെ പള്ളിയിൽ പോകുന്ന വ്യക്തികളായിരുന്നു. അത് രണ്ടുപേരും ഒരുമിച്ചാണ് പോകുന്നത്. കാരണം 17 വർഷം മുമ്പ് അപ്പച്ചനൊരു സ്ട്രോക്ക് ഉണ്ടായിരുന്നു. അതിനുശേഷം കുറച്ച് നാൾ പള്ളിയിൽ പോകാൻ സാധിക്കുമായിരുന്നില്ല. പിന്നീട് പതുക്കെ നടന്നു തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഏതാണ്ട് 1 കിലോമീറ്ററോളം ദൂരമുണ്ട്. അത് രണ്ടുപേരും നടന്നാണ് പോകുന്നത് ഒരുമിച്ച്. അപ്പോൾ അവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയാം. ഒരു ദിവസം അവരെ കണ്ടിലേക്ക് ചോദിക്കും, ഇന്ന് കണ്ടില്ലല്ലോ. പിന്നെ അമ്മച്ചിക്കാലിൽ വെരിക്കോസ് വെയിൻ എന്ന് കഴിഞ്ഞ വർഷം വന്ന് അതിന് സർജറി കഴിഞ്ഞ ശേഷം അമ്മയ്ക്ക് നടക്കാൻ പറ്റാണ്ട് വന്നപ്പോൾ ഈ പള്ളിയിൽ പോക്ക് പതുക്കെ സാധിക്കാതെ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞായറാഴ്ചകളിൽ മാത്രം വണ്ടി വിളിച്ച് വേണ്ടി. ഏത് ഇടവകയാണ് അച്ഛൻ്റെ? ഇത് ഞലക്കുഴ രൂപതയിൽ ചൗക്ക ഇടവപ്പള്ളിയാണ്. സഹോദരങ്ങൾ ഇപ്പോൾ എവിടെയൊക്കെയാണ് അവർ താമസിക്കുന്നത്? സഹോദരങ്ങളെ പറ്റി പറയുമ്പോൾ ആദ്യമായിട്ട് ഞാൻ എന്നെ പറ്റി തന്നെ, ഞാൻ ജനിക്കുന്നത് കോതമംഗലം രൂപതയിലെ ഉടുമ്പന്നൂർ അടുത്ത് പള്ളിക്കാമറി എന്ന് പറയുന്ന ഇടവകയിലാണ്. തൊടുപുഴ ഭാഗത്താണ്. എനിക്ക് ഏതാണ്ട് ഒരു 3 വയസ്സുള്ളപ്പോഴേക്കും ഞങ്ങളുടെ കുടുംബം അവിടെ നിന്ന് ചാലക്കുടിയിലേക്ക് താമസം മാറ്റുകയാണ്. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങൾ 6 മക്കളാണുള്ളത്. 4 ആണും 2 പെണ്ണും. മൂത്തത് 2 ചേട്ടന്മാരാണ്, മൂന്നാമത്തത് സഹോദരി, നാലാമത്തത് വേണ്ട ഒരു ചേട്ടൻ, 5-മത്തെ സഹോദരിയുണ്ട്, ഏറ്റവും ഇളയതാണ് ഞാൻ. മൂത്ത 4 പേരും
വിവാഹ ജീവിതം നയിക്കുന്നു. 5ാമത്തെ സഹോദരി മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെൻറ്റ് ജോസഫ് സമൂഹത്തിൽ നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ വീട്ടിൽ ഏതൊക്കെയായാലും ഒരുപക്ഷെ നമ്മൾ കേൾക്കുമ്പോൾ ഈ പള്ളിയിൽ പോയോ പ്രാർത്ഥിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പം കേൾക്കുന്നവർക്ക് അതൊരു നിസ്സാരമായിട്ട് തോന്നാമെങ്കിലും അപ്പനും അമ്മയും ഒന്ന് ചേർന്ന് സാധിക്കുമ്പോഴെല്ലാം മക്കളെ വിശുദ്ധ ബലിയോടും ദേവാലയത്തോടും ചേർത്ത് നിർത്തിയതിൻ്റെ ഒരു അനുഗ്രഹം പോലെയാകാം ഒരു വൈദികനും ഒരു കന്യാസ്ത്രീയും ആ കുടുംബത്തിൽ നിന്ന് ഉണ്ടായതെന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ അച്ഛൻ്റെ പഠന കാലഘട്ടത്തിൽ എന്നാണ് അച്ഛൻ്റെ മനസ്സിലൊരു വൈദികനായിട്ട് യേശുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്ന് തോന്നിയത്? സാധാരണ ഒരു പക്ഷേ പഠിക്കുന്ന സമയത്താകാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞാകാം. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാനുള്ള കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അതെയോ പ്രാർത്ഥനാപൂർവ്വം ഇനി ആരെങ്കിലും നിർബന്ധിച്ചാണോ? എങ്ങനെയായിരുന്നു ആ അവസ്ഥ? തീർച്ചയായിട്ടും ആരുടെയും നിർബന്ധം ഉണ്ടായിരുന്നില്ല. ഇത് എൻ്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നു. പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കൊരു വൈദികനാവണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആൾത്താര ശുശ്രൂഷയായിട്ട് ജോലി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ 2 കുർബാന ഉണ്ടെങ്കിൽ 2 കുർബാനയും കൂടാൻ ആൾത്താരെ കയറിയൊരു വായിക്കുവാനായിട്ട് അതിനൊക്കെ ഒത്തിരി ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം വിശുദ്ധ വസ്ത്രം ഇടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ചുകൂടെ വലുതായപ്പോഴേക്കും ഈ കാലഘട്ടത്തിൽ അതിനുള്ള ചിലവുകളെ പറ്റിയൊക്കെ ചിന്തിച്ചപ്പോൾ ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കുടുംബം നാട്ടിൽ നിന്ന് മാറിക്കഴിഞ്ഞു വന്നപ്പോഴത്തേക്കും സാമ്പത്തികമായിട്ട് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മറ്റു കുടുംബങ്ങളിൽ നിന്നും അവരുടെ സാമ്പത്തിക സ്ഥിതി വെച്ച് നോക്കുമ്പോൾ ഞങ്ങളൊന്നും അല്ലാത്തൊരവസ്ഥയായി. ആദ്യം സൂചിപ്പിച്ചതിൻ്റെ വളരെ അർത്ഥവത്താണ് ഒരു മരുഭൂമി അനുഭവം അവിടെ ഉണ്ടായിരുന്നു. കാരണം നമുക്കറിയാം, നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിൽ പോലും സാമ്പത്തികമായിട്ട് ആരെങ്കിലും അധപതിച്ച് കഴിഞ്ഞാൽ ബന്ധങ്ങൾ പോലും വരാറില്ല, ആ ബന്ധുക്കൾ വിസിറ്റ് ചെയ്യാറില്ല. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ഒരുപക്ഷെ കർത്താവ് നമ്മൾ ഒരുക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ശക്തമായ മേഖലകളിലൂടെ കർത്താവ് ഒരുക്കി പ്രതിസന്ധികളിലൂടെ കടത്തി വിട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ചാലക്കുടി വന്നില്ലെങ്കിൽ ഇന്ന് ഈ കപ്പുച്ചൻ സഭയിൽ ചേരും എന്ന് എനിക്ക് യാതൊരു ഉറപ്പും ഇല്ല. പക്ഷേ കർത്താവ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ വഴികൾ ഒരുക്കിക്കൊണ്ട് എന്നെ ചാലക്കുടിയിൽ എത്തിച്ചത്. കാരണം തൊടുപുഴ ആ മേഖലകളിൽ അവിടെ കപ്പുച്ചൻ സഭയില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴുണ്ട്. ഇപ്പം ഞാൻ താമസിക്കുന്നതിൻ്റെ അടുത്ത് ഒരു അടുത്ത നാളുകളിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും വന്നു കഴിയുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോയത് കൊണ്ടാണ് നമുക്കിതിനെപ്പറ്റി ചിന്തിക്കാൻ സാധിച്ചത്. രണ്ടാമതായിട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, എങ്കിലും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ പതുക്കെ എൻ്റെ മനസ്സിൽ അതുപോലെ തന്നെ മനസ്സിന് ഒത്തിരി താല്പര്യം ഉണ്ടായിരുന്ന മേഖലകളാണ് സയൻസ്, പ്രത്യേകിച്ച് ഫിസിക്സും ബഹിരാകാശത്തെ പറ്റിയുള്ള വായനകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തിരി ഇഷ്ടമായിരുന്നു. അപ്പോൾ ഏറ്റവും മനസ്സിന് സ്വാധീനിച്ചത് എയ്റോപ്ലെയിനാണ്. ഇത്രയും വലിയൊരു സാധനം ഒരു താങ്ങുമില്ലാതെ പൊക്കി നിർത്തുന്നത്, എങ്ങനെയാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ള ചിന്ത. അപ്പോൾ അതുകൊണ്ട് വന്നെങ്കിൽ അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് ചാലക്കുടിയിൽ ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് സ്ഥാപനമുണ്ട്. അപ്പോൾ അതിൻ്റെ മതിൽക്കെട്ടുകൾക്കടുത്ത് പോയി കഴിയുമ്പോൾ അത് ഒരു അട്രാക്ഷൻ ഇനിയും ഉണ്ടായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും ഒന്നെങ്കിലും ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആവുക, അല്ല എന്നുണ്ടെങ്കിൽ ഒരു പൈലറ്റ് ആവുക. മൂന്നാമതൊരു താല്പര്യമായിരുന്നു എനിക്ക് രോഗികൾ വളരെ ഇഷ്ടമാണ്, രോഗി ശുശ്രൂഷ ഇഷ്ടമാണ്. ഇപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷൻ, ഡോക്ടറാവണം. ആ മേഖലയിലൂടെ നമുക്ക് ഒത്തിരിയേറെ കാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നലുണ്ടായിരുന്നു. കാരണം ചെറുപ്പം മുതൽ നമുക്ക് കാണാൻ സാധിക്കും പല വ്യക്തികളും ആശുപത്രികളൊക്കെ പോയിട്ട് വിഷമിക്കുന്നത്. അപ്പോൾ ഒരു നല്ല ഡോക്ടറാവുകയാണെന്നുണ്ടെങ്കിൽ പലരെയും സഹായിക്കാൻ സാധിക്കുമെന്ന് തോന്നലുണ്ടായിരുന്നു. ഇതെല്ലാം ഇപ്പോൾ ചെയ്യാൻ പറ്റും അച്ഛന് രോഗികൾ മുന്നേ വരുമ്പോൾ അവർക്ക് സൗഖ്യം നൽകാൻ പറ്റും. കാരണം ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നതിന് വേണ്ടി. പിന്നെ ഒരു താങ്ങുമില്ലാതെ ഈ വിമാനത്തെ നിർത്തിയ ദൈവത്തെ തീർച്ചയായിട്ടും പ്രഘോഷിക്കാൻ പറ്റും. എല്ലാം അച്ഛൻ ആഗ്രഹിച്ച എല്ലാ മേഖലയും കൂടെ കിട്ടിയതാണ് അഭിഷേകത്തിലൂടെ എന്ന് നമുക്ക് വിശ്വസിക്കാം. ഫ്രാൻസിസ് അസീസിയുടെ സഭയിൽ തന്നെ ചേരാൻ പ്രത്യേക കാരണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഫ്രാൻസിസ് അസീസിയെ എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമാണ്. ചെറുപ്പം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 7ാം ക്ലാസ് മുതലേ ഞാൻ അസീസിയെ പറ്റി വായിച്ച സമയം മുതൽ. എന്നാലും സഭയിൽ ചേരണമെന്ന് എനിക്ക് വലിയൊരു തീരുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ അടുത്ത് ഞാൻ താമസിക്കുന്ന ചൗക്കയിലാണ്, തൊട്ടടുത്ത ഇടവക എലിഞ്ഞിപ്ര, അവിടെ കപ്പുച്ചിൻ ആശ്രമമുണ്ട്. പലപ്പോഴും സംസാരിക്കാനൊക്കെ ആയിട്ട് അവിടെ പോകുന്നത്. അപ്പോൾ ഈ കറുത്തുടുപ്പിനോട് പ്രത്യേക ഒരു മമത, വെള്ളുടുപ്പിനേക്കാൾ ഒരു താല്പര്യം. കാരണം വിശുദ്ധ ഫ്രാൻസിസിൻ്റെ അതുപോലെ അവിടെയുള്ള അച്ഛന്മാരുടെ പ്രവർത്തന മേഖലകൾ, കുമ്പസാരത്തിൻ്റെ കാര്യങ്ങൾ അവർ പറയുന്നത് നമ്മൾ ആധ്യാത്മിക ശുശ്രൂഷകളൊക്കെ കണ്ടപ്പോൾ അതിന് കുറച്ചും കൂടെ ഒരു താല്പര്യം തോന്നി. ഇനി അച്ഛനുമാണെങ്കിൽ അങ്ങോട്ട് പോയാൽ കൊള്ളാമെന്ന് അങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുന്ന അവസരത്തിലും ആകെ ഒരു കൺഫ്യൂഷനിലായിരുന്നു, അച്ഛനാകണോ അത് എൻ്റെ മറ്റാഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം. കാരണം എൻ്റെ പെങ്ങളും നേഴ്സായിരുന്നു, പുള്ളിക്കാരത്തി പഠനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ചിലവുകളും എടുക്കാമെന്ന് പറഞ്ഞിരിക്കുകയാണ്.
ഞാനും അങ്ങനെ എയറോനോട്ടിക് വേണോ, ഡോക്ടറാകണോ, അച്ഛനാകണോ? എനിക്ക് പെട്ടെന്നൊരു ടേണിംഗ് പോയിൻ്റാണ് ഉണ്ടാകുന്നത്. കാരണം വീണ്ടും ഒന്നെങ്കിലും സയൻസ് ഗ്രൂപ്പ് എടുത്ത് ഇതിലേക്ക് പോകാൻ തന്നെ ചിന്തിച്ചിരിക്കുന്ന അവസരത്തിലാണ് 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുമ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിക്കുന്നത്, എടാ നമുക്കൊരു വൊക്കേഷൻ ക്യാമ്പിന് പോവാം. അപ്പം ഞാനൊന്നും പോരുന്നില്ല, കാരണം ഞാൻ ഈ സ്വപ്നം മേഖലകളുണ്ട്. കാരണം കുടുംബത്തിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉള്ള ആഗ്രഹമുള്ളത് കൊണ്ട്, കാരണം കുടുംബത്തിൽ നന്നായിട്ട് പഠിക്കുന്ന ഞാനായിരുന്നു. അപ്പോൾ അവർക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഞാനെന്തെങ്കിലുമൊക്കെ ആകുമെന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ആ മേഖലയിലേക്ക് നീ കുഴപ്പമില്ല, എന്നാൽ നീ എൻ്റെ കൂടെ ഒരു സഹായത്തിന് വന്നാൽ മതി, എനിക്കൊരു കൂട്ടില്ല, നീ വരവെന്ന് ചോദിച്ചു. അങ്ങനെയാണ് അവൻ്റെ കൂടെ എൽജപ്ര ആശ്രമത്തിൽ ക്യാമ്പിന് പോകുന്നത്. അവിടെ നിന്ന് ക്യാമ്പ് സെലക്ട് ചെയ്തതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ ചെന്നപ്പോൾ അതിൻ്റെ ക്യാമ്പിൽ പങ്കെടുത്തപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ കുറേ കൂടി താല്പര്യം തോന്നി. എന്നാൽ അതിനുശേഷം അടുത്ത ക്യാമ്പ്, ഒരാഴ്ചത്തെ ക്യാമ്പ് ഭരണങ്ങാനത്ത് അസീസി ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് ഒരാഴ്ചത്തെ ക്യാമ്പിൽ സംബന്ധിച്ചു. അപ്പോൾ കുറേയും കൂടി അട്രാക്ഷൻ, കുറേയും കൂടി എനിക്ക് നീ ഒരു അച്ഛനാവുകയാണെങ്കിൽ ഈ ഒരു മേഖലയിൽ അല്ലെങ്കിൽ ഫ്രാൻസിസ്കൻ സഭയിൽ തന്നെ ആകണം എന്ന് ഉറച്ച തീരുമാനം അവിടെ വരുന്നത്. അങ്ങനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ ചെറിയ ചാപ്പലുണ്ട്, ആ ചാപ്പലിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി മനഃശാന്തിയും ഈ പറഞ്ഞ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്ന് തോന്നലുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച് സ്കൂളിൽ പഠിക്കുമ്പോൾ ആൾക്കാർ ശുശ്രൂഷയായിരുന്നു. അപ്പോൾ ഏത് കാര്യത്തിനാണെങ്കിലും പുറമെ ശാന്തനാണെങ്കിൽ പോലും പല കാര്യങ്ങളെയും ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ വികാരി അച്ഛൻ്റെ പല പ്രസംഗങ്ങളും പല കാര്യങ്ങളെപ്പറ്റി ഞാൻ അച്ഛൻ്റെ അടുത്ത് പ്രൈവറ്റായിട്ട് പോയി ചോദിക്കും, അച്ഛൻ ചെയ്തത് അങ്ങനെ ശരിയായില്ല, അച്ഛൻ ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. പക്ഷേ അച്ഛൻ നല്ലൊരു ഒരു സഹോദരനെ പോലെ, മൂത്ത ജ്യേഷ്ഠനെ പോലെയുള്ള ഉത്തരങ്ങൾ പറഞ്ഞു തരും. എങ്കിലും ഞാൻ സംതൃപ്തനായിരുന്നില്ല. അപ്പോഴാണ് അവസാനം അച്ഛൻ പറഞ്ഞത്, നീ ഒരു പണി ഇതൊക്കെ പോയിട്ട് ചെയ്ത് കാണിക്കാമെന്ന്. അത് നന്നായി. ശരിക്കും ആ ഒരു ചിന്തയും കൂടെ ആയിരുന്നു പിന്നെ ഈ എൻ്റെ കൂട്ടുകാരൻ വിളിച്ചപ്പോൾ ക്യാമ്പിന് പോകാനുള്ള പ്രേരകമായിട്ട് മാറിയത്. ആ അച്ഛൻ്റെ പേരെന്തായിരുന്നു വെച്ചാൽ? ഇരിങ്ങാലക്കുട രൂപതയിലുള്ള ജോസഫ് കിഴക്കന്തല. അച്ഛനിപ്പോൾ അച്ഛൻ മരിച്ചുപോയി. അച്ഛൻ സ്വർഗത്തിരുന്ന് ഇത് കേൾക്കട്ടെ. ഈ ഒരു വാക്ക് പോലും ഒരുപക്ഷെ നമ്മളെ അതിലേക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഇനി അച്ഛൻ്റെ ജീവിതത്തിലെ ആ സെമിനാരി കാലഘട്ടങ്ങൾ എവിടെയെല്ലാമാണ് പഠിച്ചത്, പിന്നീട് ശുശ്രൂഷകളിലേക്ക് എങ്ങനെ വന്നു, എവിടെയെല്ലാം പോയി, അതാണ് ഇനി നമുക്ക് അറിയേണ്ടത്. ഞാൻ 1987 ജൂൺ മാസത്തെ 8-ാം തീയതിയാണ് ഭരണങ്ങാനത്തിലെ അസീസി ആശ്രമത്തിലെ അവിടുത്തെ സെറാഫി സെമിനാരിയിൽ ആദ്യമായിട്ട് അംഗമായിട്ട് ചേരുന്നത്. സെമിനാരി പോയത് തന്നെ ഒരു പ്രതിസന്ധികളോട് കൂടെയാണ്. കാരണം ഞാൻ പറഞ്ഞു വീട്ടിലൊന്നും അറിയിച്ചിട്ടുള്ള ക്യാമ്പിന് പോയത്. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ക്യാമ്പിന് പോകുന്നു എന്ന് പറഞ്ഞാണ് പോയിരിക്കുന്നത്. അപ്പോൾ തിരിച്ചു വന്നപ്പോഴാണെങ്കിലും ആർക്കും പ്രതീക്ഷയില്ല ഞാൻ പോകുമെന്നുള്ളത്. കാരണം അവരെല്ലാം മനസ്സിലാകുന്ന ഡോക്ടറാകാൻ പോവുകയാണ്, ആ പ്രതീക്ഷയാണ് ഇരിക്കുന്നത്. ഞാൻ ക്യാമ്പ് കണ്ട് സെലക്ഷൻ കിട്ടി തിരിച്ചിവിടെ വന്ന് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് വീട്ടിൽ പറഞ്ഞു, പപ്പയും മമ്മിയോട് പറഞ്ഞു, എനിക്ക് സെമിനാറിൽ പോയാൽ കൊള്ളാം, ക്യാമ്പിൽ പോയിരുന്നു, സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, കപ്പുച്ച സമയമാണ്. ഉടനെ പറഞ്ഞത്, നീ കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞു നടന്നത് അങ്ങനെയല്ലല്ലോ, ഇതാണല്ലോ, അതുകൊണ്ട് നീ പോകണോ? ഇത് ശരിയായ ആഗ്രഹമാണോ അതേ പെട്ടെന്നുള്ളൊരു തോന്നലാണോ അല്ലേ? അവർക്ക് സംശയിക്കാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തീർച്ചയായിട്ടും പോകണം. ഇപ്പം പറഞ്ഞു നീ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെയല്ലായിരുന്നല്ലോ. പറഞ്ഞു ഞാൻ ഇതുവരെ അങ്ങനെയല്ല പറഞ്ഞത്, പക്ഷേ ഇപ്പോൾ എനിക്കിതാണ് താല്പര്യം, ഈ ഒരു മേഖലയിൽ കൂടുതൽ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുമെന്ന് തോന്നുന്നു, ഞാൻ എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടന്മാർക്ക് സഹോദരന്മാർക്ക് അംഗീകരിക്കാൻ സാധിച്ചില്ല. എങ്കിലും പേരൻസ് പറഞ്ഞു ഓക്കെ നിൻ്റെ ഇഷ്ടം അതാണെങ്കിൽ അത് പൊക്കെ കുഴപ്പമില്ല. അങ്ങനെ അവരെ മാത്രം എൻ്റെ കൂടെ വന്നത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടാക്കിയത്. സാധാരണ വീട്ടിറങ്ങുമ്പോൾ എല്ലാവരും പറഞ്ഞു ഭയങ്കര വിഷമമൊക്കെ ഉണ്ടെന്ന്. എനിക്ക് അങ്ങനെ വലിയ വിഷമം തോന്നിയില്ല, കാരണം എൻ്റെ മനസ്സിൽ ഞാൻ തന്നെ തീരുമാനമെടുത്തുകൊണ്ടായിരിക്കാം. പിന്നീട് ആദ്യത്തെ 4 വർഷത്തോളം വീട്ടിലെ ചേട്ടനിയന്മാർ പോലും, അനിയന്മാരില്ല ചേട്ടന്മാരും പെങ്ങന്മാർ പോലും കാര്യമായിട്ട് സംസാരിക്കുകയോ ഒരു വിധത്തിലൊരു പ്രതിരോധത്തിലായിരുന്നു അവർ. അത് ഞാൻ കാണുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹമായിട്ട്, കാരണം ദൈവം അതിലൂടെ തന്നെ ശക്തിപ്പെടുത്തുകയായിരുന്നു. അതുകൊണ്ട് എൻ്റെ വിളിയിൽ കൂടുതൽ ഉറച്ചു നിൽക്കാനായിട്ട് സാധിച്ചു. അങ്ങനെ മൈനസ് സെമിനാരിയിൽ 3 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം കട്ടപ്പനയിലുള്ള പോസ്റ്റിംഗുള്ള ആശ്രമത്തിൽ അവിടെ 1 വർഷത്തെ പ്രീ നോവിഷ്യേറ്റ് ഉണ്ടായിരുന്നു. അവിടെ പ്രീ നോവിഷ്യേറ്റിൽ നിന്നും നോവിഷ്യേറ്റ് മൂവാറ്റുപുഴ ലൊറേറ്റ ആശ്രമത്തിൽ, അവിടെ നിന്ന് 3 വർഷം ഫിലോസഫി ചെയ്യുവാൻ വേണ്ടിയിട്ട് തൃശ്ശൂരിലെ കാലവി ആശ്രമത്തിൽ വന്നു. പിന്നെ 1 വർഷം റീജൻസി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല മേഖലകളിൽ ആദിവാസികളുടെ ഒപ്പവും മുക്കുവരുടെ ഒപ്പവും വഴി സൈഡിലും മറ്റുള്ള പണികളൊക്കെ ആയിട്ട് റോഡ് പണിയും അങ്ങനെ ഒത്തിരിയേറെ മേഖലകളിൽ സാധാരണക്കാരനെ പോലെ അവരോടൊപ്പം ആയിരുന്നു കൊണ്ട്
കടന്നു വന്നു. ഒരു കണക്കിന് ഇപ്പം നമ്മൾ കേൾക്കുമ്പോൾ ഓർക്കുകയാണ് എത്ര വർഷത്തെ പഠനവും എത്ര വർഷത്തെ ട്രെയിനിങ്ങും അതിൻ്റെ ഇടയ്ക്ക്. അതാണ് ചിലപ്പോൾ ചിലരൊക്കെ സെമിനാരിൽ നിന്ന് ഇടയ്ക്ക് പോകാനൊക്കെ ഈ കഷ്ടപ്പാടൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ജീവനം കൊണ്ട് ഓടുന്നതാകാം, അല്ലെങ്കിൽ സാധാരണ ജീവിതത്തെക്കാളും താഴോട്ട് വരാനുള്ള ഒരു മൈൻഡ്. ഇതെല്ലാം നാളെ ഭാവിയിൽ ആവശ്യമാണെന്ന് ചിലപ്പോൾ ചിന്തിക്കാൻ പറ്റാതെ വരുമ്പോഴായിരിക്കും അവർ ചിലപ്പോൾ നിസ്സഹായരായി പോകുന്നത്. എന്നാലിപ്പോൾ അച്ഛൻ പറഞ്ഞതിൽ നിന്ന് എന്തെല്ലാം തരത്തിലുള്ള ഒരു ട്രെയിനിങ് കിട്ടിയാണ് അഭിഷേകം ചെയ്ത് പുത്തൻ കുർബാനയുടെ സമയത്തേക്ക് ഒരുക്കുന്നത്. അത് എത്ര വലിയൊരു അനുഭവമാണെന്ന് ഇപ്പോൾ നമ്മളിവിടെ ഇരുന്ന് ഓർക്കുക വെച്ചാൽ. കാരണം എത്ര വർഷത്തെ പരിശീലനം, എത്ര പേരുടെ പ്രാർത്ഥനകൾ, എത്ര പേരുടെ പ്രയത്നങ്ങൾ. അങ്ങനെ അച്ഛൻ്റെ ഒരു പുത്തൻ കുർബാനയുടെ ഒരവസ്ഥയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് എവിടെയായിരുന്നു പുത്തൻ കുർബാന നടന്നത്? പുത്തൻ കുർബാന നടന്നത് ജൂബിലി വർഷമായതുകൊണ്ട് ഇടവക ദേവാലയം ചെയ്യാൻ സാധിച്ചില്ല. കർത്താവ് ജനിച്ച പോലെയായിരുന്നു. നമുക്കും വിജാതീനായിട്ട് വേറെ സ്ഥലത്ത് പോകേണ്ടി വന്നു. ഞങ്ങളുടെ കാൽവരി ആശ്രമം, തൃശ്ശൂരിലെ കാൽവരി ആശ്രമത്തിലാണ് എൻ്റെ പുത്തൻ കുർബാന നടക്കുന്നത്. വട്ടം നടക്കുന്നത് അവിടെയാണ്. അത് ശരി. അതിനുശേഷം അച്ഛൻ എവിടെയൊക്കെയായിരുന്നു? അതിനുശേഷം ആദ്യമായിട്ട് എൻ്റെ സേവനം അതിൽ ഞാൻ അർപ്പിച്ചത് മലമ്പുഴ സെൻറ്റ് ജൂഡ് ദേവാലയത്തിലാണ്. കൊച്ചച്ഛനായിട്ട് അവിടുത്തെ മരിയ വിയാനി അച്ഛൻ്റെ അസിസ്റ്റൻ്റായിട്ട്. അവിടെ 3 പള്ളികളുണ്ട്, മലമ്പുഴ, തെക്കേ മലമ്പുഴ, മരിയ നഗർ. അപ്പോൾ ഈ 2 പള്ളികളും കുറച്ച് ദൂരെയാണ്. മലമ്പുഴ പള്ളിയിൽ നിന്നുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകണം. അപ്പോൾ ഒരു മിഷൻ എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെയും. കാരണം അങ്ങോട്ട് തെക്കേ മലമ്പുഴയിലേക്ക് വണ്ടിയില്ല, ജീപ്പ് സർവീസാണ്. വല്ലപ്പോഴൊക്കെ ആൾക്കാർ നിറയുന്നവരെ കാത്തിരിക്കണം. പിന്നെ രണ്ടാമതായിട്ട് ചില ദിവസങ്ങളിൽ നടന്നു പോകേണ്ടി വരും. അപ്പോൾ നമ്മളിവിടെ മിഷണറിമാർ നടക്കുന്നു പറഞ്ഞതുപോലെ ഒരു മിഷൻ എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായിട്ടും അത് ഒത്തിരി നന്നായിരുന്നു. 2000 അവിടുത്തെ സേവനം അവസാനിപ്പിച്ചു. ക്രിസ്മസിനോട് തുടങ്ങി ഈസ്റ്റർ കഴിഞ്ഞപ്പോൾ അവസാനിപ്പിച്ച് ഞാൻ മനു സെമിനാരിയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് എലിഞ്ഞപ്ര സെമിനാരിൽ അപ്പോയിൻ്റ് ചെയ്യപ്പെട്ടതാണ്. അവിടെ ചെന്നപ്പോഴും അവിടുത്തെ റെക്ടറേറ്റിനെത്തി റെക്ടറേറ്റൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അസിസ്റ്റൻറ്റ് ഡയറക്ടറും ലെക്ടറും എല്ലാമായിട്ട് ഒരുമിച്ച് അതിനുശേഷമാണോ നമ്മുടെ UAE പോരുക? അല്ല, അതിനുശേഷം ഞാൻ കുറുമാൽ സെൻറ്റ് ജോർജ് ദേവാലയത്തിൽ തൃശ്ശൂർ അവിടുത്തെ വികാരി അച്ഛനായിട്ടൊരു 3 വർഷം എൻ്റെ സേവനം അനുഷ്ഠിച്ചു. അതോടൊപ്പം തന്നെ എൻ്റെ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രചോദന നികേതൻ കോളേജിൽ ഡെയിലി സ്റ്റുഡൻ്റായിട്ട് പോയി ചെയ്യുന്നുണ്ടായിരുന്നു. തൃശ്ശൂർ രൂപതയുടെ തന്നെ വേലൂർ ഫൊറോനയുടെ കാറ്റഗിസം ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു. സേവനത്തിന് ശേഷമാണല്ലേ ഇങ്ങ് പോരുക? അതിനുശേഷം MPhil ക്ലിനിക്കൽ സൈക്കോളജി ചെയ്യാൻ മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ പോയി അവിടെ 3 വർഷം പഠിച്ച് അതിനുശേഷം തിരിച്ച് ആലുവയിൽ നസ്രത്ത് ആശ്രമത്തിൽ അപ്പോയിൻമെൻറ്റ് കിട്ടി. അവിടെ എറണാകുളം രൂപതയുടെ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയുടെ ഇൻചാർജായിരുന്നു. അതോടൊപ്പം തന്നെ വേലൂർ ഫാക്ടറി, ഹോളി ഫാമിലി സിസ്റ്റേഴ്സ് നടത്തുന്ന ഫാക്ടറി, അവിടെ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ മറ്റ് കാഞ്ഞിരപ്പള്ളിയിലും മറ്റ് സ്ഥലങ്ങളിലും സൈക്കോളജിയുടെ ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ സെൻറ്റ് ജെയിംസ് ആശുപത്രിയിലൊരു കുറച്ച് നാൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് ജോലി ചെയ്തിരുന്നു. അതിനിടയിലൊരു 3-4 മാസത്തോളം ആഫ്രിക്കൻ മലാവി മിഷനിലേക്ക് 2009 പോകേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും മലാവിയിലേക്ക് പോകാനിരിക്കുന്ന അവസരത്തിലാണ് എന്നോട് UAE പോകാമെന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണ് UAE ആദ്യമായിട്ടും വന്നത് ഫുജേറ ദേവാലയത്തിലാണ്. ഫുജറയിൽ ആദ്യത്തെ മലയാളി അച്ഛനായിട്ടാണ്. അവിടെ മലയാളികൾക്ക് കുർബാന അർപ്പിക്കാൻ ഉണ്ടായിരുന്നു. ഷാർജയിൽ നിന്നും ദുബായിൽ നിന്നും മാസത്തിലൊരിക്കലാണ് പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു അച്ഛൻ? അവിടെ കൃത്യം 1.5 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ജബലാലിലേക്കാണോ വന്നത്? അല്ല, ഞാൻ ഫുജറയിൽ വരുന്നത് 2010 നവംബർ 1-ാം തീയതിയാണ്. 12 മെയ് 1-ാം തീയതി ഷാർജ സെൻറ്റ് മൈക്കിൾസ് ദേവാലയത്തിലേക്ക് കടന്നു വന്നു. അവിടെ നിന്നും 2014 നവംബർ 27-ാം തീയതി ജബലലി ദേവാലയത്തിലും ഇവിടെ എത്തി. അതെ, അച്ഛനൊരു പക്ഷേ കടന്നു വന്നപ്പോൾ അച്ഛൻ എല്ലാ മേഖലയിലും കുറച്ച് പോയിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മനുഷ്യരുടെ ഇവിടുത്തെ അവസ്ഥകളെ പെട്ടെന്ന് ചിലപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുക. എങ്കിലും ഒരു പക്ഷേ ജോലിയുടെ ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, കുമ്പസാരിക്കാൻ ഉള്ള സാധ്യതകളുടെ വളരെ പരിമിതമായ സാഹചര്യങ്ങൾ, ഇങ്ങനെയുള്ള പല പ്രതിസന്ധികളെ ഇവിടുത്തെ വൈദികർ തരണം ചെയ്ത് അവരെ സഹായിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിനെല്ലാം വേണ്ടിയുള്ള ഒരു വലിയ ഒരു പ്രതിബദ്ധത അച്ഛനുണ്ട്. അത് എങ്ങനെയാണ് ഇതെല്ലാം കൃത്യമായിട്ട് നടക്കുക? അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളും കൂടി പറയാമോ? തീർച്ചയായിട്ടും ഇതിന് ഒത്തിരിയേറെ ബുദ്ധിമുട്ട്. നമ്മുടെ ഒരു ഇടവക എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു രൂപതയ്ക്ക് തുല്യമാണ്. അത്രയധികം ജനങ്ങളുണ്ട്. കാരണം ഇവിടെ മലയാളി അച്ഛനാണെങ്കിൽ പോലും എല്ലാ കമ്മ്യൂണിറ്റിക്കും വേണ്ടിയിട്ടുള്ളതാണ്. ശുശ്രൂഷ ചെയ്യണം. അപ്പോൾ ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, മറ്റ് കമ്മ്യൂണിറ്റീസുണ്ട്. അവരെല്ലാം ആഗ്രഹങ്ങളും അവരുടെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യമുണ്ട്. ഒപ്പം മലയാളം സമൂഹം തന്നെ ഒരു വലിയ സമൂഹമാണ്.
അതിനകത്തിൽ സിറോ മലബാർ ഉണ്ട്, ലാറ്റിനുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ആവശ്യങ്ങൾ കേറ്റർ ചെയ്യണം. അതിനേക്കാൾ ഉപരി ജബലലിയെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഭവം, ഏറ്റവും അധികം ലേബർ ക്യാമ്പ് അല്ലെങ്കിൽ ലേബർ അക്കോമഡേഷൻസ് ഉള്ള ഒരു ഏരിയയാണ്. ലേബർ ക്യാമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുക ഏകസ്ഥരായിട്ട് വ്യക്തികൾ താമസിക്കുന്ന സ്ഥലങ്ങളെയാണ്. നമ്മൾ പൊതുവെ ലേബർ ക്യാമ്പ് ചിന്തിക്കുമ്പോൾ ഒരു തെറ്റായ ഒരു ആശയം നമ്മുടെ മനസ്സുകളിലുണ്ട്. ഈ ഏകസ്ഥരായിട്ട് താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, നമ്മളൊരു കൂട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും കൂട്ടുണ്ടെങ്കിൽ നരകത്തിലും പോകാമെന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞ് കൂട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടായിരിക്കും. വീട്ടിലാണെങ്കിൽ പിള്ളേർ അല്ലെങ്കിൽ ഭാര്യ വിളിക്കുന്ന അല്ലെങ്കിൽ അവർക്കൊരു മാതൃക കൊടുക്കണമെന്ന് ഓർത്തുകൊണ്ട് ഫാമിലിയിൽ നിന്ന് കുർബാനയ്ക്ക് പോകാനും പ്രാർത്ഥിക്കാനൊക്കെ സാധിക്കും. വൈകുന്നേരങ്ങളിൽ കുടുംബ പ്രാർത്ഥനയുണ്ട്. ഏകസ്റ്റാകുമ്പോൾ കുടുംബ പ്രാർത്ഥന ഉണ്ടാവുകയില്ല. ആ സമയങ്ങളിൽ പലപ്പോഴും മറ്റു പല കാര്യങ്ങളിലേക്ക് സാധ്യതകളുണ്ട്. എങ്കിലും ഇവിടെ കാണാൻ സാധിക്കുക, ഇവിടുത്തെ പല കൂട്ടായ്മകളും ഒരുമിച്ച് കൂടി വന്നുകൊണ്ട് പരസ്പരം വിളിച്ച് അവരൊരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മിക്കവാറും ക്യാമ്പുകളിൽ അവർ ഒരുമിച്ചൊരു കൊന്തയെങ്കിലും ചെല്ല, പ്രാർത്ഥിക്കാൻ സ്ഥലമില്ലെങ്കിൽ പുറത്തെങ്കിലും നിന്ന് കൊന്തയിൽ നിന്ന്. അത് വളരെ മനോഹരമായിട്ടുള്ള അനുഭവമാണ്. മരുഭൂമിയിൽ 50 ഡിഗ്രി ചൂടിൻ്റെ അകത്തും അവരെ എല്ലാത്തിനും അച്ഛൻ വിളിച്ചാൽ വരുന്ന ഒരു ഗ്യാങ് അച്ഛൻ്റെ പള്ളിയിലുണ്ട് ഈ ജോലിയുടെ ഇടയ്ക്കും, അല്ലേ? തീർച്ചയായിട്ടും അതൊരു വലിയ അനുഭവമാണ്. പിന്നെ അച്ഛൻ അവിടെ കുറച്ച്, എനിക്ക് തോന്നുന്നു, ക്യാമ്പുകൾ കുമ്പസാരത്തിൻ്റെ കുദാശാപരമായ അവസ്ഥയ്ക്ക് വേണ്ടി അച്ഛൻ എന്ത് ചെയ്യാനാണ് പറ്റിയത്? അവിടെ കുദാശാപരമായ അവസ്ഥയ്ക്ക് വേണ്ടി ഞാൻ മിക്കവാറും എല്ലാ ആഴ്ചകളിലും നമ്മൾ ഓരോ ക്യാമ്പുകളായിട്ട് മാറി മാറി വിസിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ പോകുന്നത് നമ്മൾ ഒരു ഔദ്യോഗികമായിട്ടല്ലെങ്കിൽ പോലും അവിടെ ചെന്ന് കഴിയുമ്പോൾ ആൾക്കാരെ കാണുന്നു. ഇപ്പോൾ ഒരു കുമ്പസാരിക്കണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവിടെ കുമ്പസാരിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്ര ആൾക്കാർ നമ്മളെ പാരിഷനേഴ്സ് മലയാളത്തിൻ്റെ കമ്മ്യൂണിറ്റിയിലുണ്ട് അച്ഛൻ അറിയാം? നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റിയിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ഇല്ല. എങ്കിലും മലയാളം കുർബാനയ്ക്ക് ഏതായാലും 2000-ഓളം ആൾക്കാർ വെള്ളിയാഴ്ച വരുന്നുണ്ട്. ശനിയാഴ്ച ഏതാണ്ട് ഒരു 1000-1200 ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ ഇംഗ്ലീഷ് കുർബാനയിൽ പോവുകയാണെങ്കിൽ പോലും ഇംഗ്ലീഷ് കാറ്റഗറീസൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പലർക്കും മലയാളം വരാൻ സാധിക്കുന്നില്ല, ഇംഗ്ലീഷിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു 40% മലയാളികളാണ്. മനസ്സിലായി. മറ്റുള്ള കമ്മ്യൂണിറ്റികൾ എന്തെല്ലാം ഇവിടെ ഉണ്ട് അച്ഛാ? ജബലലിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ കമ്മ്യൂണിറ്റീസ് ഉള്ള ഇവിടെയാണ്. കാരണം ഇവിടെ പോർച്ചുഗലിൽ നിന്ന് ആൾക്കാരുണ്ട്, സ്പെയിനിൽ നിന്നുണ്ട്, ഫ്രാൻസിൽ നിന്നുണ്ട്, ഇറ്റാലിയനുണ്ട്, ജർമ്മനുണ്ട്, സ്ലോവാക്കുണ്ട്, പോളിഷുണ്ട്, ഗ്രീക്കുണ്ട്, അറബിക്കുണ്ട്, പിന്നെ ഇന്ത്യൻ കമ്മ്യൂണിറ്റീസ്. ഒരു വലിയ സമൂഹം തന്നെയാണ് സത്യത്തിൽ. അതിൻ്റെ അകത്തെ നാനാത്വത്തിലെ ഒരു വലിയ സ്നേഹത്തിൻ്റെ ഏകത്വം, അല്ലേ? അച്ഛൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു വിളിയായിരുന്നു ഫ്രാൻസിസ് സഭയിലേക്ക് ചേരുക, അസീസിയുടെ സ്നേഹത്തിലേക്ക്, രണ്ടാം ക്രിസ്തു എന്നറിയപ്പെട്ട അസീസിയുടെ സ്നേഹത്തിലേക്ക്. അപ്പോൾ ഈ ജീവിതത്തിൻ്റെ ഉടനീളം അച്ഛന് ഒത്തിരിയേറെ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഒരുപക്ഷെ വേദനകളുണ്ടാകാം, ചിലപ്പം വലിയ സന്തോഷമുണ്ടാകാം, എന്നാൽ അതിലെല്ലാം ദൈവം കൈപിടിച്ച് നടത്തിയിട്ടുണ്ട് ഇന്ന് വരെ. അച്ഛന് യുവജനങ്ങളോടും യുവതലമുറയോടും ആ സഭയുടെ ഒരു അധികാരി എന്ന നിലയിൽ സഭ നൽകിയ ആ ശ്രേഷ്ഠമായ പദവി വെച്ചുകൊണ്ട് എന്താണ് അച്ഛന് കൊടുക്കാനുള്ള മെസ്സേജ്? ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളെയാണ്. നാളെയുടെ ഭാവി വാഗ്ദാനങ്ങളാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ യുവജനങ്ങളോട് മെസ്സേജിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് മെസ്സേജ് പാരൻസിനോടാണ്. ഇന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് ആവശ്യമുള്ളതെല്ലാം കൊടുക്കണം, ഭൗതികമായത് കൊടുക്കണം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ആധ്യാത്മികമായത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നാളെ അവരോട് പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ, പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. ഒരു മാതൃകയാകണം. രണ്ടാമത്തെ കാര്യം, ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്കൂളിൽ വിടാനായിട്ട്, ഡാൻസിന് ഒക്കെ, മറ്റുള്ള കലാപരിപാടികൾക്കെല്ലാം വിടാൻ സമയമുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കാൻ വരുമ്പോഴത്തേക്കും കുട്ടികൾ ക്ഷീണമാണ്. ഈ പ്രാർത്ഥനാ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് പ്രാർത്ഥനയുടെ ഊർജ്ജം കിട്ടിയോട്ടം ചാടി എഴുന്നേൽക്കുന്നതാണ്. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ പിന്നെ എത്ര രാത്രി വേണമെങ്കിലും കമ്പ്യൂട്ടർ നോക്കിയിരുന്നു കുഴപ്പമില്ല. പക്ഷെ അതിന് കമ്പ്യൂട്ടർ ഉപയോഗിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. പിന്നെ അതുപോലെ തന്നെ പാരൻസ് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളൊരു മാതൃക കൊടുക്കേണ്ടതാണ്. കാരണം നീ കൊച്ചിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങൾ TV കാണുകയാണെങ്കിൽ തെറ്റാണ്. അതുകൊണ്ടാണ് കുറേയെങ്കിലും നമ്മുടെ ഇടവപ്പള്ളിയിൽ മുഴുവനും ഞാൻ ചെന്ന സ്ഥലങ്ങളിലെല്ലാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ആൾത്താർ ശുശ്രൂഷയിൽ, അതുപോലെ ഗായക സംഘമായിട്ടൊക്കെ അവർക്ക് ഒത്തിരിയേറെ മേഖലകൾ തുറന്നു കൊടുക്കാറുണ്ട് വായനക്കാരായിട്ട്. അതിനാൽ തന്നെ മുതിർന്ന പലർക്കും എതിർപ്പുകളുണ്ടായിരുന്നു. കാരണം കുഞ്ഞുങ്ങൾ വായിച്ചാൽ ശരിയാവില്ല, അവർക്ക് മലയാളം അറിയില്ല, അവർ പള്ളിയിൽ പോവില്ല എന്നത്. ഇന്ന് ഞാൻ ജബലലി ദേവാലയത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്ന 6 കുഞ്ഞുങ്ങളാണ്. ഇന്ന് 51 കുട്ടികൾ മലയാളത്തിൽ മാത്രമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. എല്ലാവരും മലയാളം കഴിഞ്ഞ 2 വർഷം കൊണ്ട് വായിച്ച് പഠിച്ചു. എല്ലാവരും ഉപയോഗിക്കുന്ന
മലയാളം ലിപിയിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ ലേഖനം പോലും വായിക്കാൻ പ്രാപ്തരാണ്. ഒരു കൊയറുണ്ടെന്ന് വളരെ മനോഹരമായിട്ട് പാടുന്നുണ്ട്. ഇതൊന്നും എൻ്റെ കഴിവുകൊണ്ടല്ല, നമ്മളൊരു തുടക്കം കൊടുക്കുക, പ്രാക്ടീസ് കൊടുക്കുക. ദൈവം ആവശ്യപ്പെടുന്ന വഴികൾ കാണിക്കുന്ന വഴികൾ നമ്മൾ കണ്ടെത്തുന്നു. കാരണം ഞാനിപ്പോഴും യുവജനങ്ങളോടാണെങ്കിലും പറയുന്നത് തന്നെയുള്ളൂ, നന്മ ഇന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എല്ലാവരിലും നന്മയുണ്ട്, യുവജനങ്ങളിലും നന്മയുണ്ട്, കുഞ്ഞുങ്ങളിലുണ്ട്. പക്ഷേ നന്മയെ തൊട്ടുണർത്താൻ ആരെങ്കിലും വേണം. സോ ഈ ഓരോ യുവജനവും ഈസ് എ സ്ലീപ്പിംഗ് ജയൻറ്റ്, അല്ലെങ്കിൽ ഇറ്റ്സ് എ ബണ്ടിൽ ഓഫ് പോസിബിലിറ്റീസ് എന്ന് പറയാം, ബട്ട് നോട്ട് ഇറ്റ് ആക്ച്വലൈസ്ഡ്. ആ ഉറങ്ങിക്കിടക്കുന്ന അവരുടെ കഴിവുകൾ, സർഗാത്മകതയെ വളർത്തി സഭയ്ക്കും സമൂഹത്തിനും ഉപയുക്തമാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരും നിക്ഷിപ്തമായിരിക്കുന്ന അവസ്ഥ. തീർച്ചയായിട്ടും അതുകൊണ്ട് യുവജനങ്ങൾ അല്പം നമുക്ക് വഴിതെറ്റിപ്പോയാലും പേടിക്കേണ്ട, തിരിച്ചു വരാൻ സമയമുണ്ട്. കർത്താവിൽ ആശ്രയിക്കുക, കർത്താവ് കൈപിടിച്ച് നടത്തും. അതാണ് അച്ഛന് പറയാനുള്ളത്. നമ്മൾ ഈ സമയങ്ങളിൽ കേൾക്കുകയായിരുന്നു, നല്ലൊരു പേരൻസിൻ്റെ കൂടെ ജീവിച്ച് ദേവാലയത്തോട് ചേർത്ത് വളർത്തിയ മക്കൾക്കൊക്കെ ഉണ്ടായിരുന്ന പ്രത്യേകതകളാണ് അച്ഛനിലൂടെ നമ്മൾ കേൾക്കുക. നമ്മുടെ ആ തലമുറയിൽ ഉണ്ടായിരുന്ന ആ നന്മ ഇന്നും ദേവാലയത്തോടും ദൈവത്തോടും സഭയോടും ചേർത്ത് മക്കളെ വളർത്തുവാൻ എല്ലാ പേരൻസിനും, അതുപോലെ തന്നെ ഏത് മരുഭൂമി അനുഭവത്തെയും സ്വർഗത്തിൽ നിന്ന് കിട്ടിയ അനുഭവമാണെന്നും ആ മരുഭൂമിയിലാണ് ദൈവം ഇടപെടുന്നതെന്നും വലിയ ബോധ്യം ഈ അച്ഛൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് കിട്ടുകയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ മരുഭൂമി കാണുമ്പോൾ തളരാതെ ആ മരുഭൂമിയിൽ അത്ഭുതം ചെയ്യുന്ന ദൈവത്തെ കാണുവാൻ ഈ എപ്പിസോഡ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. യുവജനങ്ങളും കുഞ്ഞുങ്ങളും ദൈവത്തെയും സഭയെയും സ്നേഹിക്കണമെങ്കിൽ ചെറുപ്പം മുതലേ അവർക്ക് ആ ബോധ്യം ലഭിക്കണം. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾ അതിനായി ശ്രമിക്കുക. പുറപ്പാടിൻ്റെ അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹ